بسم الله الرحمن الرحيم الحمد لله وكفى وسلام على عباده الذين اصطفى ما بعد. ബഹുമാനരായ ഉലമാക്കളെ, പെരുന്നാളിന്റെ പ്രഭാഷണമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അനുഗ്രഹീതമായ ഈദുൽ ഫിത്തറിന്റെ സന്തോഷകരമായ പ്രഭാതത്തിലാണ് നാം ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ മഹത്തായ അനുഗ്രഹീതമായ ഈദുൽ ഫിത്തറിന്റെ പ്രഭാതത്തിൽ ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ. പരിശുദ്ധമായ ഈദുൽ ഫിത്തർ ദിനം സന്തോഷത്തിന്റെയും വിജയത്തിന്റെയും ദിവസമാണ്. ഒരേ സമയം സന്തോഷത്തിന്റെ ദിവസമാണ്, അതേസമയം തന്നെ വിജയത്തിന്റെയും ദിവസമാണ്. പരിശുദ്ധമായ റമദാനിലെ നോമ്പും തറാവീഹും മറ്റു ഇബാദത്തുകളെല്ലാം വിജയകരമായി പൂർത്തിയാക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടായതിന്റെ സന്തോഷമാണ് ചെറിയ പെരുന്നാളിന്റെ സന്തോഷം. എല്ലാ അമലുകളും അള്ളാഹു ചെയ്യാൻ തന്ന അനുഗ്രഹം, അതിനുള്ള സന്തോഷം ചെറിയ പെരുന്നാളിന്റെ സന്തോഷമാണ്. ഈദ് എന്നാൽ അനുഗ്രഹം എന്നാണ് അർത്ഥം. റമദാനിലൂടെ അള്ളാഹുവിന്റെ പൊരുത്തവും നേടിയെടുക്കാൻ നേടിയെടുക്കുന്നവർക്ക് അള്ളാഹു തആല നൽകുന്ന പ്രതിഫലം അത് വിതരണം ചെയ്യുന്ന ദിവസം എന്ന നിലയ്ക്ക് ഇത് വിജയത്തിന്റെ ദിവസമാണ്. ഈദുൽ ഫിത്തർ വിജയത്തിന്റെ ദിവസമാണെന്ന് പറയുമ്പോൾ റമദാനിൽ നാം ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് അല്ലാഹു തആല പ്രതിഫലം നൽകുന്ന ദിവസം എന്ന നിലയ്ക്ക് വിജയം നേടിയെടുത്ത ദിവസമാണ് ഈദുൽ ഫിത്തർ. അതുകൊണ്ട് തന്നെയാണ് ചെറിയ പെരുന്നാൾ ദിവസത്തിന് യൗമുൽ ജായിസ, സമ്മാനം വിതരണം ചെയ്യപ്പെടുന്ന ദിവസം എന്ന് പറയുന്നത്. അപ്പൊ ഒരേ സമയം സന്തോഷമാണിന്ന്, അതേസമയം വിജയത്തിന്റെ ദിവസമാണ്. ഈദുൽ ഫിത്തറിന്റെ പ്രഭാതം മഹാന്മാരായ മലക്കുകളെ പോലും അത്ഭുതപ്പെടുത്തുന്ന അത്യുന്നതമായ പ്രഭാതമാണ്. ഈദുൽ ഫിത്തറിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് മലക്കുകൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന ഉജ്ജ്വലമായ ദിവസം. കാരണം റമദാൻ വിജയകരമായി പൂർത്തിയാക്കിയ വിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് വലിയൊരു പ്രഖ്യാപനം നടത്തും. അതാണ് മലക്കുകളെ അത്ഭുതപ്പെടുത്തുന്നത്. എന്തായിരിക്കും അള്ളാഹുവിന്റെ പ്രഖ്യാപനം? ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യമായ ഹദീസ് ഇമാം ബൈഹഖിയും ഇബ്നു ഹിബ്ബാനും നിവേദനം ചെയ്തിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പെരുന്നാൾ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രഖ്യാപനം ഇങ്ങനെ വരും: വഇസ്സത്തി, എന്റെ ഇസ്സത്തിനെ തന്നെ, എന്റെ ആഭിജാത്യവും അന്തസ്സും എന്റെ അഭിമാനകരമായ ഉയർന്ന അവസ്ഥയും എല്ലാം സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു, ലാ ഉഖ്സീകും, വിശ്വാസികളെ നിങ്ങളെ ഒരിക്കലും ഞാൻ ഖിസിയിൽ, നിന്ദിതയിലാക്കുകയില്ല. ദുനിയാവിൽ നിങ്ങൾക്കൊരു നിന്ദിത വരികയില്ല. മരണത്തിന്റെ സമയത്ത് നിങ്ങൾക്ക് നിന്ദിതയില്ല. ഖബറിലും പരലോകത്തും നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ നിന്ദിതരാവുകയില്ല. ലാ ഉഖ്സീകും, നിങ്ങളെ ഖിസിയിലാക്കുകയില്ല, നിന്ദിതയിലാക്കുകയില്ല. വലാ ഉഫ്ലിഹുക്കും, ഞാൻ നിങ്ങളെ ഫളിഹത്തിൽ ആക്കുകയുമില്ല, അപമാനത്തിൽ ആക്കുകയില്ല. ദുനിയാവിൽ നിങ്ങൾക്ക് ഞാൻ ഈമാനികമായി ഉയർന്ന അവസ്ഥ തരും, പരലോകത്ത് ഉന്നതമായ വിജയം ഞാൻ നിങ്ങൾക്ക് തരും. ഇൻസരിഫു, പെരുന്നാളിന്റെ ഈ പരിശുദ്ധമായ നമസ്കാരം കഴിഞ്ഞ് നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ ഇൻസരിഫു, നിങ്ങൾ പിരിഞ്ഞു പോയിക്കൊള്ളുക. മഗ്ഫൂറൻ ലക്കും, നിങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടവരായി നിങ്ങൾ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോയിക്കൊള്ളുക. കാരണം അത് അർളൈത്തുമൂനി, നിങ്ങൾ എന്നെ പൊരുത്തപ്പെടിച്ചു. അതുകൊണ്ട് തന്നെ റളിതു അൻകും, നിങ്ങളെ തൊട്ട് ഞാനും പൊരുത്തപ്പെട്ടു. ഇത് കേൾക്കുമ്പോൾ ഫതഫ്റഹുൽ മലായികത്തു, മലക്കുകൾക്ക് വലിയ സന്തോഷവും ആനന്ദവും ഉണ്ടാകും. അവരെ പോലും കോരിത്തെരിപ്പിക്കുന്ന പ്രഖ്യാപനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈദുൽ ഫിത്തറിന്റെ പ്രഭാതത്തിൽ ജനങ്ങളെ സംബന്ധിച്ച്, സത്യവിശ്വാസികളെ സംബന്ധിച്ച് നടത്തുന്നത് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു മാസം കൊണ്ട്, ഒറ്റ മാസം കൊണ്ട് ഈ മഹത്വം ഒരു വിശ്വാസിക്ക് നേടിയെടുക്കാൻ സാധിക്കുമെങ്കിൽ ജീവിതത്തിലുടനീളം ഈ നന്മകളെ നിലനിർത്തിക്കൊണ്ടു പോകുന്നവരുടെ അവസ്ഥ എത്ര സമുന്നതമായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കുക. റമദാനിന്റെ ഒരു മാസം കൊണ്ട് തന്നെ അല്ലാഹു ഇൻസരിഫു മഗ്ഫൂറൻ ലക്കും എന്ന് പറയാൻ മാത്രം, ലാ ഉഖ്സീകും വലാ ഉഫ്ലിഹുക്കും, ദുനിയാവിലും ആഖിറത്തിലും ഞാൻ നിങ്ങളെ അപമാനപ്പെടുത്തുകയില്ല, നിന്ദിപ്പെടുത്തുകയില്ല, നിങ്ങൾക്ക് ഇസ്സത്തും അന്തസ്സും ഞാൻ തരും, നിങ്ങൾക്ക് ഇസ്സത്തും അന്തസ്സും ഞാൻ ഏറ്റിയേറ്റി തരും എന്ന് പറയാൻ മാത്രമുള്ള ഉന്നതമായ ഒരു നേട്ടത്തിലേക്ക് മനുഷ്യനെത്തിയെങ്കിൽ ആ നന്മകളെ റമദാനിന് ശേഷവും നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് ഉള്ള പരിശ്രമങ്ങൾ നടത്തുമ്പോൾ
നോക്കുമ്പോൾ അത് എത്ര ഉന്നതമായിരിക്കും. റമദാനിൽ നമ്മുടെ ഇഷ്ടത്തെക്കാൾ റബ്ബിന്റെ ഇഷ്ടത്തെ നാം തെരഞ്ഞെടുത്തു. വളരെ വലിയ ഒരു ഗുണമായിരുന്നു അത്. നമുക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും നമ്മൾ മാറ്റിവെച്ചു, അള്ളാഹുവിന്റെ ഇഷ്ടത്തെയാണ് തെരഞ്ഞെടുത്തത്. അള്ളാഹുവിന് വേണ്ടി നമ്മുടെ പതിവുകളെല്ലാം നാം മാറ്റിവെച്ചു. നമുക്ക് പല പതിവ് ശീലങ്ങളും ഉണ്ടായിരുന്നു. ഒഴിവാക്കാൻ പറ്റാത്തതെന്ന് നമ്മൾ മനസ്സിലാക്കിയ പല ശീലങ്ങളും ഉണ്ടായിരുന്നു. പലരും പ്രധാനമായ പല രോഗങ്ങൾക്കും മരുന്നുകൾ കഴിക്കുന്നവരായിരുന്നു. അതെല്ലാം മാറ്റിവെച്ചു. അതൊക്കെ രാത്രിയുടെ സമയങ്ങളിലേക്ക് മാറ്റി അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ ഇഷ്ടത്തെ തെരഞ്ഞെടുക്കുകയും അള്ളാഹുവിന് വേണ്ടി നാം നമ്മുടെ പതിവുകളെ മാറ്റുകയും ചെയ്തു. റബ്ബിനെ തെരഞ്ഞെടുത്തതുകൊണ്ട് പക്ഷേ നമ്മുടെ ഒരു കാര്യത്തിനും മുടക്കം വന്നില്ലല്ലോ. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നിട്ടുണ്ട്. നമ്മുടെ ജോലിയും നമ്മുടെ തൊഴിലും നമ്മുടെ വരുമാനങ്ങളും നമ്മുടെ ജീവിതവും എല്ലാം ഭംഗിയായി നടന്നു. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അള്ളാഹുവിന് വേണ്ടി നാം ജീവിക്കാൻ തീരുമാനിച്ചാൽ നമുക്കൊന്നും നഷ്ടപ്പെടുകയില്ല എന്ന ആശയം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വെറുതെ ആശങ്കപ്പെടുകയാണ്, ഞാൻ കൃത്യമായി നിസ്കരിക്കാൻ നിന്നാൽ എന്റെ കാര്യങ്ങൾക്ക് മുടക്കം വരും, ഞാൻ ദീനിയായി ജീവിച്ചാൽ എന്റെ ഇടപാടുകൾക്കൊക്കെ തടസ്സം വരും. വെറുതെ പിശാച് നമ്മളെ തോന്നിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൃത്യമായി ജീവിച്ചിട്ടും നമ്മുടെ ജീവിതത്തിന് യാതൊരു കുറവും സംഭവിക്കാതെ ഭംഗിയായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു. അള്ളാഹുവിനെ നാം തെരഞ്ഞെടുത്തു. അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള മനുഷ്യരെ പരിഗണിക്കാനും സന്തോഷിപ്പിക്കാനും നാം പരമാവധി പരിശ്രമിച്ചു. പലരെയും നമ്മൾ സഹായിച്ചു, സദഖകൾ ചെയ്തു. നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടല്ല, നമുക്ക് ആവശ്യമുണ്ടായിരുന്നു, എന്നിട്ടും നമ്മൾ പലരെയും സഹായിച്ചു. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തത്തിനെ ആഗ്രഹിച്ചുകൊണ്ടാണ് നാം അത് ചെയ്തത്. ഇതുകൊണ്ടൊന്നും നമുക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നോക്കൂ, ഇന്നത്തെ പെരുന്നാൾ ദിവസം പോലും എത്രയോ ആനന്ദകരമാണ്. ആദ്യം നമ്മൾ ചെയ്തത് ജനങ്ങളെ സഹായിക്കുവാനും അർഹതപ്പെട്ടവരെ കൈപിടിച്ചുയർത്താനും ഫിത്റു സക്കാത്ത് എന്ന് പറയുന്ന മഹത്തായ നന്മ നമ്മൾ കൊടുക്കുകയാണ് ആദ്യം ചെയ്തത്. രണ്ടാമതാണ് നമ്മൾ നമസ്കാരത്തിന് വരുന്നത്. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. ആദ്യം ചെയ്തു തീർക്കേണ്ടത് ഫിത്റു സക്കാത്തിന്റെ വിതരണമാണ്. രണ്ടാമതാണ് നമസ്കാരം. ഇതാണ് ഇസ്ലാം. അപ്പൊ മനുഷ്യരെ പരിഗണിക്കുകയും മനുഷ്യനെ സന്തോഷിപ്പിക്കുകയും അള്ളാഹുവിനെ പൊരുത്തപ്പെടിക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാം. നോക്കൂ, നമ്മുടെ ഉള്ളൂരിന്റെ സ്നേഹപൂർവമായ ഒരു കവിതയുണ്ട്. വളരെ വലിയ സന്ദേശമാണത്. അടുത്തു നിൽപ്പൊരു അനുജനെ കാണാൻ നോക്കാൻ അക്ഷികളില്ലാത്തോർ അവർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്ത് ആശ്ചര്യം. അടുത്തു നിൽക്കുന്ന അനുജനെ കാണാൻ കണ്ണില്ല, നമ്മുടെ മനുഷ്യനെ നോക്കാനും പരിഗണിക്കാനും സമയമില്ല, ആളുകളെ അംഗീകരിക്കാനും അവരെ സഹായിക്കാനും പരിഗണിക്കാനും നേരമില്ല. അങ്ങനെയുള്ളവർക്ക് അള്ളാഹുവിനെ എങ്ങനെ കാണാൻ പറ്റും, അള്ളാഹുവിനെ എങ്ങനെ പരിഗണിക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതാണ് ഇസ്ലാമിന്റെ സന്ദേശം. ആയതിനാൽ കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കണം, ഒരിക്കലും അതിന് കുറവ് വരുത്തരുത്. അയൽപക്കങ്ങളുമായി നല്ല ബന്ധമുണ്ടാകണം, ആ ബന്ധങ്ങളെ ഊഷ്മളമായി നിലനിർത്തണം. ആർക്കും നാം ശല്യമാകരുത്, നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. ആ നിലയ്ക്ക് നാം നേടിയെടുത്ത വെളിച്ചം നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കണം. ഈ വെളിച്ചത്തെ ഒരിക്കലും നാം ഊതിക്കെടുത്തി കളയരുത്. മസലുഹും കമസലില്ലദി ഇസ്തൗഖദ നാറൻ, തീ കത്തിച്ചിട്ട് ആ തീന്റെ പ്രകാശം അങ്ങനെ നിൽക്കുമ്പോൾ ദഹബല്ലാഹു ബിനൂരിഹിം, അള്ളാഹു അവരുടെ പ്രകാശത്തെ ഊതിക്കെടുത്തി കളഞ്ഞു എന്ന് പറയുന്നില്ലേ, അതുപോലെ നാം ഊതിക്കെടുത്തി കളയരുത്. നമ്മുടെ പ്രകാശത്തെ നാം നിലനിർത്തി കൊണ്ടുപോകണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് ഉണ്ടായ ദിവസം എല്ലാവരും പരിഭ്രമിച്ചപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് മാത്, മൻ കാന യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത് എന്ന് പറഞ്ഞതുപോലെ റമദാൻ മാസത്തിൽ നാം ഇബാദത്ത് ചെയ്തത് റമദാൻ മാസത്തിന് വേണ്ടിയായിരുന്നില്ല, അല്ലാഹുവിന് വേണ്ടിയാണ്. ഫഇന്ന റമദാന ഖദ് മളാ, റമദാനിന് വേണ്ടി ഇബാദത്ത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ റമദാൻ കഴിഞ്ഞു പോയിരിക്കുന്നു. എന്നാൽ വമൻ കാന യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്, അതുകൊണ്ട് റമദാനിൽ നിസ്കരിച്ച അള്ളാഹു റമദാനിന് ശേഷവും ഹയ്യാണ്. ആ അള്ളാഹുവിന് വേണ്ടി നമസ്കാരങ്ങളെ മുടങ്ങാതെ സൂക്ഷിക്കണം. സിദ്ദീഖുൽ അക്ബർ പറഞ്ഞതുപോലെ നിബിതങ്ങളെ ആരാധിച്ചവർക്ക് ആ പണി അവസാനിപ്പിച്ച് മടങ്ങിപ്പോകാം. കാരണം അവർ നിബിതങ്ങളെയാണ് ആരാധിച്ചത്, അള്ളാഹുവിനെ അല്ല. അള്ളാഹുവിനെ ആരാധിച്ചവർക്ക് ഇനിയും തുടർന്നും ആ പരിപാടിയുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇത് റമദാൻ മാസത്തിലേക്ക് മാറ്റിവെച്ച് ചിന്തിക്കുകയാണെങ്കിൽ റമദാൻ മാസത്തിന് വേണ്ടി ഇബാദത്ത് ചെയ്തവർക്ക് പിരിഞ്ഞു പോകാം, കാരണം റമദാൻ കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തവര് ഇനിയും തുടർന്നും ആ ഇബാദത്തുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതോടൊപ്പം വളരെ പ്രധാനമായ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ പരിസരങ്ങളിൽ വളരെ ജാഗ്രവത്തായ ഒരു മുന്നേറ്റം നമ്മൾ
നമ്മുടെ ഭാഗത്തുണ്ടാകണം. നമ്മുടെ സഹോദരങ്ങളായ ഇതര മതവിശ്വാസികളുമായി മുമ്പത്തെ പോലെ തന്നെ, നമ്മൾ പണ്ടും അങ്ങനെ തന്നെയാണ്, സ്നേഹപൂർവ്വമായി മുന്നോട്ട് പോകാനുള്ള പരിശ്രമവും ശ്രദ്ധയും നമ്മുടെ ഭാഗത്തുണ്ടാകണം. ഇന്ന് രാജ്യത്ത് വർഗീയമായ ധ്രുവീകരണം ആളിക്കത്തിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുകയാണ്. എങ്ങും വർഗീയത വളർത്തി, ഇല്ലാത്ത വർഗീയത പറഞ്ഞുണ്ടാക്കി, മുസ്ലിമീങ്ങളെയും ഹിന്ദുക്കളെയും രണ്ടായി അകറ്റി, അങ്ങനെ മുസ്ലിംകളെ പാർശ്വവൽക്കരിച്ച് ഹിന്ദു വോട്ടുകൾ ഏകീകരിച്ച് ഹിന്ദുക്കളെ കൊണ്ട് രാജ്യം ഭരിക്കാമെന്ന വ്യാമോഹമാണ് യഥാർത്ഥത്തിൽ ഇതിനെ പ്രേരിപ്പിക്കുന്നത്. ആ നിലയ്ക്ക് വർഗീയത വ്യാപകമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം യുപിയിലെ മുഖ്യമന്ത്രി പറഞ്ഞത് 100 മുസ്ലിം കുടുംബങ്ങൾക്കിടയിൽ 50 ഹിന്ദുക്കൾക്ക് സുരക്ഷിതത്വത്തോടുകൂടി ജീവിക്കാനാവില്ല എന്ന. എത്ര ഗുരുതരമായ ആരോപണമാണ് അയാൾ ഉന്നയിച്ചിട്ടുള്ളത്. ഈ രാജ്യത്ത് ഒരു വില്ലേജിൽ പോലും ഇത്തരം ഒരു സ്ഥിതിവിശേഷം നിൽക്കുന്നില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരങ്ങേറ്റം ക്ഷമയോടുകൂടിയും അങ്ങേറ്റം മാന്യതയോടുകൂടിയുമാണ് അവർ മുന്നോട്ട് പോകുന്നത്. കേവലം രാഷ്ട്രീയമായ കാരണങ്ങളാൽ മാത്രമല്ല, അള്ളാഹുവിന്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും പരിപൂർണമായ നിർദ്ദേശമാണ് മുസ്ലിമീങ്ങളെ അതിനെ പ്രേരിപ്പിക്കുന്നത്. ഒരു മതസ്ഥരെയും ആക്ഷേപിക്കരുതെന്നും ഒരു മതത്തിന്റെ ആരാധനാലയങ്ങളെയും ആക്ഷേപിക്കരുതെന്നും എല്ലാവരോടും മാന്യമായി പെരുമാറണമെന്നും അള്ളാഹുവിന്റെ റസൂൽ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. ആ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നിട്ടും പറയുന്നു, ഇവിടെ ഹിന്ദുക്കൾ സുരക്ഷിതരല്ല, മുസ്ലിമീങ്ങളെ നടുറോഡിൽ തല്ലിക്കൊല്ലുകയാണ്, നോമ്പിന് ഭക്ഷണം കാത്തു നിന്നവനെ ആരും ചോദിക്കാനില്ല, ഏകപക്ഷീയമായി വെടിവെച്ചു കൊല്ലുകയാണ്, ആരും ചോദിക്കാനില്ല, ക്രൂരമായി ആക്രമിക്കുകയാണ്, ട്രെയിനിൽ ഇട്ട് തല്ലുകയാണ്. എന്നിട്ടും പറയുന്നു ഇവിടെ ഹിന്ദുക്കൾ സുരക്ഷിതരല്ല എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു ഹിന്ദുവിനെ ഈ രാജ്യത്തൊരു മുസ്ലിം കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ആക്രമിച്ച, കേറി മോശമായി പെരുമാറിയ, ട്രെയിൻ യാത്രയിൽ മർദ്ദിച്ച, മറ്റൊരു വീട്ടിൽ കയറി ദ്രോഹിച്ച ഒരു ചരിത്രം ഒരാൾക്കും ഒരു സംഭവത്തെ ഉദ്ധരിക്കാൻ സാധിക്കുകയില്ല. ഞാൻ 5 വർഷം എന്ന് പറയുന്നത് ഒരു കാലാവധി പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഒരു ചരിത്രം മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഒരാൾക്ക് പറയാനുണ്ടാവുകയില്ല. എന്നിട്ടും പറയുന്നു ഹിന്ദുക്കൾ സുരക്ഷിതരല്ല. അപ്പൊ ഇത് വളരെ വ്യക്തമായ നിലയ്ക്ക് വർഗീയത വളർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇത്തരമൊരു ശ്രമം നടക്കുമ്പോൾ മുസ്ലിമീങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മുസ്ലിമീങ്ങൾ പ്രകോപിതരാവുകയല്ല വേണ്ടത്. മുസ്ലിമീങ്ങൾ കുറച്ച് പക്വതയോടുകൂടി മുന്നോട്ട് പോകണം. നമ്മുടെ സംസാരങ്ങളെ നിയന്ത്രിക്കണം, നമ്മുടെ പെരുമാറ്റങ്ങളെ സൂക്ഷിക്കണം. ഇടപാടുകൾ ഇസ്ലാമിന്റെ സൗന്ദര്യം മറ്റുള്ളവർക്ക് ബോധ്യപ്പെടാൻ പര്യാപ്തമായ നിലയിൽ, മാന്യമായ നിലയിലാകണം. രാജ്യത്തെ ഇതര മതവിഭാഗത്തോട് നാം ഒരുമിച്ച് ബസ്സിൽ യാത്ര ചെയ്യേണ്ടവരാണ്, ഒരുമിച്ച് ഹോട്ടലിൽ കഴിയുന്നവരാണ്, ഒരുമിച്ച് പല സ്ഥലങ്ങളിലും നമ്മൾ ജീവിക്കുന്നവരാണ്, തൊഴിലിടങ്ങളിൽ ജാതിമത വ്യത്യാസമില്ലാതെ നാം ഇടപെടുന്നവരാണ്. അതേപോലെ സാമ്പത്തിക ഇടപാടുകൾ, കച്ചവടങ്ങൾ, വാഹനങ്ങൾ തുടങ്ങിയുള്ള എല്ലാ മേഖലകളിലും നാനാജാതി മതസ്ഥരുമായി നാം ഇടപെടുകയും ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നവരാണ്. അവിടെയെല്ലാം നമ്മുടെ സംസാരങ്ങൾ ഇസ്ലാമിന്റെ സംസ്കാരത്തിനും സൗന്ദര്യത്തിനും അനുയോജ്യമായ നിലയിലാകണം. അവിടെയെല്ലാം നമ്മുടെ പെരുമാറ്റങ്ങൾ ഇസ്ലാമിന്റെ സൗന്ദര്യത്തിനും ഉന്നതമായ നിലവാരത്തിനും യോജിച്ച വിധത്തിലാകണം. അവിടെയെല്ലാം നമ്മുടെ ഇടപാടുകൾ സാമ്പത്തികമായ കൊടുക്കലും വാങ്ങലും, ഇവനൊരു മുസ്ലിമാണ് എന്നിട്ട് ഇവനെന്താ ഇങ്ങനെ എന്ന് പറയാൻ അവസരമുണ്ടാകാത്ത വിധം അന്തസ്സാർന്ന നിലയിലാകണം. കേരളത്തിൽ ഇസ്ലാം വന്നത്, ഇസ്ലാം പ്രചരിച്ചത് മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിരുന്ന കാലത്താണ്. ഇവിടെ 10 പള്ളികൾ ഉണ്ടായത് മുസ്ലിങ്ങൾ തുലോം തുച്ഛമായിരുന്ന കാലത്താണ്. കേരളത്തിൽ ഇസ്ലാം പ്രചരിച്ചപ്പോൾ ഇവിടെ സഹായിച്ചത് ഇതര മതസ്ഥരായ ആളുകളായിരുന്നു. കാരണം ഒന്നേ ഉള്ളൂ, അന്നത്തെ മുസ്ലിമീങ്ങളുടെ പെരുമാറ്റവും സംസാരവും സമീപനവും ഇടപാടുകളും വളരെ മാതൃകാപരമായിരുന്നു, വളരെ സന്തോഷകരമായിരുന്നു. അതുകൊണ്ട് ഈ ഈദ് ദിവസത്തിന്റെ സുഗന്ധം, ഈ പെരുന്നാൾ ദിവസത്തിന്റെ സുഗന്ധം, ആ സുഗന്ധം നമ്മുടെ വസ്ത്രത്തിലും നമ്മുടെ തൊലിയുടെ പുറമേയും മാത്രമാകാതെ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ അതിനെ സന്നിവേശിപ്പിക്കാൻ ശ്രമിക്കുക. ഈദിന്റെ സുഗന്ധം നമ്മുടെ ജീവിതത്തിൽ തന്നെ സുഗന്ധം പരത്തുന്ന വിധത്തിലായി മാറണം. നമ്മുടെ ജീവിതം തന്നെ സുഗന്ധമായി മാറണം. നാനാജാതി മതസ്ഥർക്ക് നമ്മുടെ സുഗന്ധം ആസ്വദിക്കാൻ സാധിക്കണം. മുസ്ലിമാണോ, അയാൾ മാന്യനാണ് എന്ന് പറയുന്ന അവസ്ഥകൾ ഉണ്ടാകണം. അങ്ങനെയാണ് സൂഫിവര്യന്മാർ ഇന്ത്യയിൽ ജീവിച്ചത്. സൂഫിവര്യന്മാരിലൂടെയാണ് ഇന്ത്യയിൽ ഇസ്ലാം പ്രചരിച്ചത്. അവരെല്ലാം അങ്ങനെയായിരുന്നു. ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി, ഇന്നും നമുക്കറിയാം, അവിടെ നാനാജാതി മതസ്ഥര് അവരുടെ കബറിടത്തിൽ വരുന്നുണ്ട് എങ്കിൽ ജീവിച്ചിരുന്ന കാലത്തും അതായിരുന്നു അവസ്ഥ. മമ്പുറം തങ്ങളുടെ അവസ്ഥ അതായിരുന്നു. സൂഫിവര്യന്മാരുടെ മുഴുവനും അവസ്ഥ അതായിരുന്നു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും, ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിമീങ്ങൾക്കും എല്ലാം ഇഷ്ടപ്പെട്ടവരായിരുന്നു മഹാനായ മമ്പുറം തങ്ങളും ഖാജാ ചിശ്തിയും അതേപോലെയുള്ള ഷാഹുൽ അമീദുൻ നാഹൂരി റഹ്മത്തുള്ളാഹി അലൈഹിം ഉൾപ്പെടെയുള്ള മഹാന്മാരായ ഇന്ത്യയിലെ സൂഫിവര്യന്മാർ. ആ
മാതൃക അവരിലൂടെയാണ് ഇസ്ലാം ഇന്ത്യയിൽ പ്രചരിച്ചത്, ഇസ്ലാം വളർന്നു വന്നത്. അതുകൊണ്ട് ആ മാതൃകയാണ് ഇന്ന് മുസ്ലിമീങ്ങൾ അവരുടെ ജീവിതത്തിൽ പുലർത്തേണ്ടത്. റസൂല, നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുക, റസൂലിനെയും വഴിപ്പെട്ട് ജീവിക്കുക, അതിന് വിരുദ്ധമായ ജീവിതത്തിലേക്ക് പോകാതിരിക്കുക. ലഅല്ലക്കും തുർഹമൂൻ, അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കാൻ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. അതുകൊണ്ട് റമളാൻ മാസത്തിൽ നേടിയ നന്മകളെ നാം നിലനിർത്തുകയും കുടുംബ ബന്ധവും അയൽവാക്ക ബന്ധങ്ങളും സ്നേഹത്തോടെ നിലനിർത്തുകയും നാനാജാതി മതസ്ഥരുമായി നമ്മൾ ഊഷ്മളമായ ബന്ധങ്ങളുടെ നല്ല പെരുമാറ്റത്തിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യണം. ഈ സന്ദർഭത്തിൽ മറക്കാതെ നാം ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങളുടെ അവസ്ഥകളും കഷ്ടപ്പാടുകളും. ഇന്നത്തെ അവരുടെ അവസ്ഥ എന്താണ്? ഓരോ സമയം വിമാനങ്ങളുടെ ഇരമ്പൽ കേട്ടാണ് അവിടുത്തെ കുട്ടികൾ ഞെട്ടി ഉണരുന്നത്. ഭക്ഷണമില്ലാതെ, അവിടെ മരുന്നുകളില്ലാതെ ക്രൂരമായ അക്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. എങ്കിലും ആ കുട്ടികൾ അള്ളാഹുവിന് ശുക്ർ പറയുകയാണ്. അവരും റമദാനിൽ നോമ്പുകാരായിരുന്നു. ഒരു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട് നോമ്പ് പിടിക്കുന്നവരും കഷ്ടപ്പെടുന്നവരും ആ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഓർക്കാതിരിക്കാൻ പാടില്ല. അവർക്ക് വേണ്ടി നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടിരിക്കണം. രാജ്യത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വിഷമിക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. ആ സഹോദരന്മാർക്ക് വേണ്ടി നാം ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം, നമ്മുടെ കടമയാണ്. ആ നിലയ്ക്ക് സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും സന്തോഷവും സ്വീകാര്യതയും ഉള്ളവരായി മാറാൻ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽവക്കങ്ങളിൽ, നമ്മുടെ പരിസരങ്ങളിൽ എല്ലാ വിഭാഗം മനുഷ്യരോടും സ്നേഹപൂർവമായ പെരുമാറ്റവും നല്ല ഇടപാടുകളിലുമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതാണ് നമ്മുടെ അന്തസ്സും നമ്മുടെ അഭിമാനവും. അവിടെയാണ് നമ്മുടെ വിലയും നമ്മുടെ നിലയും. ആ നിലയ്ക്ക് മുന്നേറാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.